ശ്യാമിൻ്റെ വീടിന് മുന്നിൽ ഒരു പോലീസ് വാഹനം നിർത്തിയിട്ടത് കണ്ടതും അത് പൂജയുടെ അച്ഛനായിരിക്കാമെന്ന് ആദ്യം ഊഹിച്ചു. ആദ്യം പ്രിയും അകത്തേക്ക് ചെല്ലുമ്പോൾ ഹരിദാസ് സാർ പൂജയോട് എന്തൊക്കെയോ ചോദിച്ചറിയുന്നുണ്ട്. തൊട്ടരികിൽ ശ്യാമിൻ്റെ അമ്മയും സഹോദരിയും ഉണ്ട്. ആദ്യം കണ്ടതും അമ്മ നിറകണ്ണുകളോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. മോനെ ആദി, എൻ്റെ കുഞ്ഞ്, അവന് വല്ല അപകടവും. വാക്കുകൾ മുഴുവിപ്പിക്കാനാവാതെ അവർ വെങ്ങിപ്പൊട്ടി. അപ്പോഴേക്കും ഷെബിയും മിന്നുവും ഗോകുലും കൂടി വന്നിരുന്നു. അമ്മേ, ഇങ്ങനെ കരയല്ലേ, അവനൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. ഞങ്ങൾ കൊണ്ടുവരും അവനെ. നേരം വെളുക്കുന്നതിന് മുൻപ് അമ്മയുടെ മകനെ അമ്മയുടെ കൺമുന്നിൽ കൊണ്ടുവന്നിരിക്കും. അമ്മ സമാധാനമായിരിക്കൂ. ആദ്യം ശ്യാമിൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. മാളു, നീ അമ്മയെ കൊണ്ട് അകത്ത് ചെല്ല്. ആദ്യേട്ടാ, എൻ്റെ ഏട്ടൻ. മാളു, നിനക്ക് ഈ ഏട്ടന് വിശ്വാസമില്ലേ? നിൻ്റെ ഏട്ടനെ ഒരു പോറിൽ പോലും ഏൽക്കാതെ ഞാൻ തിരികെ ഏൽപ്പിച്ചിരിക്കും. മോള് ചെല്ല്. അമ്മക്ക് ധൈര്യം കൊടുക്കേണ്ടത് മാളു അല്ലേ? മാളു ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആദ്യം അവരെ ആശ്വസിപ്പിച്ചു. ആദ്യേട്ടാ, ഉറപ്പാണല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഏട്ടനില്ലാതെ വേറെ ആരുമില്ലെന്ന് ആദ്യേട്ടൻ അറിയാലോ. ആദ്യേട്ടനെ ഞങ്ങൾ വിശ്വസിച്ചോട്ടെ. മാള് നിറഞ്ഞ കണ്ണുകളോട് അത് പറഞ്ഞതും ആദ്യം അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൾക്ക് വാക്ക് നൽകി. പ്രിയയും മിന്നുവും പൂജയെ സമാധാനിപ്പിക്കാൻ ആവത് ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് ചെറുതായി പെയിൻ തുടങ്ങിയിരുന്നുവെങ്കിലും ശ്യാമിനെ കാണാതെ ഇങ്ങോട്ടുമില്ലെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാതെ വാശി പിടിച്ച് നിന്നതും എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാൽ ഷെബിയുടെ കാറിൽ മിന്നുവും പൂജയും ശ്യാമിൻ്റെ അമ്മയും പെങ്ങളും അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ആദ്യവും ഗോകുലും ഒരു വണ്ടിയിലും DGP ഹരിദാസ് മറ്റൊരു വണ്ടിയിലുമായി ശ്യാമിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. അവൻ്റെ സിം കാർഡ് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഹൈവേയിലെ ചില ക്യാമറയിൽ ശ്യാമിൻ്റെ കാർ പതിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കാർ പെട്ടെന്ന് അപ്രതീക്ഷമാവുകയായിരുന്നു. ഇനി ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ലെന്നും ബുദ്ധിയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടതെന്നും മനസ്സിലാക്കിയ ആദി തൻ്റെ ഉള്ളിലെ സംശയം DGP ഹരിദാസുമായി പങ്കുവച്ചു. ആദ്യം അയാളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ശ്യാമിൻ്റെ പാസ്റ്റ് ലൈഫ് സ്റ്റോറി അയാളോട് പറഞ്ഞപ്പോൾ അയാളൊന്ന് നടുങ്ങിയിരുന്നു. കൂടെ അയാളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ആദ്യം ശ്രദ്ധിച്ചു. തൽക്കാലം മിസ്സിംഗ് ന്യൂസ് പുറത്തുവിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം വേണ്ടെന്നും അത് ശ്യാമിൻ്റെ ജീവൻ അപകടത്തിലാഴ്ത്തുന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് തങ്ങൾക്ക് അറിയാമെന്നും ആദ്യം അയാളോട് പറഞ്ഞു. ഇക്കാര്യം തങ്ങൾക്ക് വിട്ടുതരണമെന്നും സാറിൻ്റെ എല്ലാ സഹായവും നിങ്ങൾക്ക് വേണമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഹരിദാസ് മകളുടെ ഭാവി ജീവിതത്തെ ഓർത്തു ആദ്യം പറയുന്നത് പോലെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സർ, അവർക്ക് ആവശ്യമുള്ള തെളിവുകൾ ശ്യാമിൻ്റെ പക്കലുണ്ട്. അവർ ആദ്യം അത് കൈക്കലാക്കാനായിരിക്കും ശ്രമിക്കുക. അത് കിട്ടും വരെ അവരവനെ ഒന്നും ചെയ്യില്ല. മിക്കവാറും പൂജ മുഖാന്തരം അത് നേടാനുള്ള വഴി അവർ ആലോചിക്കുന്നുണ്ടാവും. ഏത് നിമിഷവും പൂജയുടെ ഫോണിലേക്ക് ഒരു കോൾ വരാം. ആദി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. ആ സമയത്താണ് ആദിയുടെ ഫോണിലേക്ക് പ്രിയയുടെ കോൾ വരുന്നത്. ഹലോ ആദി, ഇത്രയും നേരം പൂജയുടെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ശ്യാമിൻ്റെ വൈഫാണെന്ന് ചോദിച്ചത് ഞാൻ ആണെന്ന് പറഞ്ഞു. ആദി, ശ്യാമേട്ടൻ അവരുടെ കസ്റ്റഡിയിലാണെന്ന്. അവർക്ക് ഏതൊക്കെയോ തെളിവുകൾ അടങ്ങുന്ന ഒരു പെൻഡ്രൈവും ഫയൽസും വേണമെന്ന്. അതവർ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചാൽ ശ്യാമേട്ടനെ വിട്ടയക്കാമെന്നും പറഞ്ഞു. അതെവിടെ ഉണ്ടെങ്കിലും അവർക്ക് വേണമെന്ന്. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കാമെന്നും പറഞ്ഞു. പ്രിയ പറഞ്ഞതൊക്കെയും ആദ്യം ഹരിദാസ് സാറിനോടും ഗോകുലിനോടും പറഞ്ഞു. ആ പ്രൂഫ് തൻ്റെ പക്കലാണെന്നും അതെടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും ഹരിദാസിനോട് പറഞ്ഞു. ആദ്യം ഗോകുലിൻ്റെ കൂടെ തൻ്റെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങി. ശ്യാം തന്നെ ഏൽപ്പിച്ചതൊക്കെ കൈ പിടിച്ചു. പെൻഡ്രൈവിലെ വീഡിയോസ് തൻ്റെ ലാപ്പിലേക്ക് കോപ്പി ചെയ്തു. ഫയലിലെ പേപ്പേഴ്സിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചു. ശേഷം എല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ഇരുവരും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ആദി, ഇതാര് അവർക്ക് എത്തിച്ചു കൊടുക്കും? പൂജ ഈ അവസ്ഥയിലാകുമ്പോൾ ഇതെങ്ങനെ സാധ്യമാവും? ഗോകുൽ തൻ്റെ സംശയം പ്രകടമാക്കി. പൂജയ്ക്ക് പകരം പ്രിയ ഇതുമായി ചെല്ലും. അവർക്ക് പൂജയെ കൂടുതൽ പരിചയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവളാണെന്ന് കരുതിക്കോളും. ആദ്യം പറഞ്ഞത് കേട്ടതും ഗോകുൽ ഒന്ന് നടുങ്ങി. പ്രിയയെ നീ ഒറ്റയ്ക്ക് അവരുടെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാണോ? അതും ഈ രാത്രിയിൽ? ആദ്യം ഇത് റിസ്ക്കാണ്. ഇനി വല്ല ചതിയും നടന്ന? വേണ്ട, ഇത് വേണ്ട ആദി. ഗോകുൽ ആദിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. എങ്കിലേ അതവന്മാർ വഴിയെ പോകുന്ന വയ്യാവേലി ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ കൊടുത്ത് വാങ്ങിച്ചു എന്ന് കരുതിയാൽ മതി. അത്രയേ ഉള്ളൂ. അവൾ പുലിക്കുട്ടിയാ. അവളുടെ അടിക്കിട്ടി ശീലമുള്ളതുകൊണ്ടായിരിക്കാം അവളെ ഓർത്തേ എനിക്കൊരു പേടിയില്ല. ആദി, തമാശ വിട്. അവളിപ്പോൾ മുൻപത്തെ പോലെയാണോ? നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നില്ല? പ്ലീസ് ഡാ, നീ എന്നെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കല്ലേ. എനിക്ക് അവളോടും കുഞ്ഞിനോടും സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നെഞ്ച് കല്ലാക്കിയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. എൻ്റെ കുഞ്ഞിനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതുപോലെ ശ്യാം, അവൻ എത്ര നാളായി അവൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ കുഞ്ഞിനൊന്ന് കാണാൻ പോലും ആവാതെ അവന് വല്ലതും പറ്റിയ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം? എനിക്ക് എൻ്റെ കുഞ്ഞിനോളം തന്നെ വലുത് തന്നെയാണ് ശ്യാമിൻ്റെ ജീവനും.
പിന്നെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം അത് അവൾ നോക്കിക്കോളും. അവളുടെ പിറകെ തന്നെ നമ്മളുണ്ടാവും. അവളെ നമ്മൾ തനിച്ചാക്കില്ല. അവന്മാർ അവളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ അവളുടെ ദേഹത്തെ ഒരു ഇലക്ട്രോണിക് ചിപ്പ് നമ്മൾ ഘടിപ്പിക്കും, ഒരു ലൊക്കേഷൻ ട്രാക്കർ. ഞാൻ ഇക്കാര്യം DGP സാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ അത് ശരിയാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമുക്ക് അവൾ പോകുന്ന കറക്റ്റ് വഴിയും ലൊക്കേഷനും ട്രേസ് ചെയ്യാൻ പറ്റും. ആദ്യം അത്രയും പറഞ്ഞു നിർത്തി. ആദ്യം ഗൂഗിളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഹോസ്പിറ്റലിലെത്തിയ ആദ്യം പ്രിയോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞതും അവൾ എന്തിനും റെഡിയാണെന്നും പറഞ്ഞതും ആദ്യം അവളുടെ കൈ അവൻ്റെ ഇരു കയ്യാലെ മുറുക്കി പിടിച്ചു. അതിന് ഒരുപാട് അർത്ഥങ്ങളുള്ളതുപോലെ അവൾക്ക് തോന്നി. നിന്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ നേരം ഷ്യാം നിന്റെ അരികിലുണ്ടായിരിക്കും എന്ന് പ്രിയ പൂജയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. താൻ എങ്ങോട്ട് പോവുകയാണെന്നോ ശരിക്കും എന്താണ് തങ്ങളുടെ ഉദ്ദേശമെന്നോ അവൾ പൂജയോട് പറഞ്ഞിരുന്നില്ല. പൂജയുടെ ഫോണിലേക്കും വീണ്ടും അവരുടെ കോൾ വന്നതും പ്രിയ അടുത്ത് സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് തെളിവുകളുമായി താൻ ഒറ്റയ്ക്ക് വരാൻ റെഡിയാണെന്ന് അവൾ പറഞ്ഞതും അവൾക്കൊരു ലൊക്കേഷൻ സെൻഡ് ചെയ്തു കൊടുത്തു. പ്രിയ മിന്നുവിനോട് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം അവൾ പ്രിയയെ ഇറുകെ പുണർന്നു. പ്രിയ സൂക്ഷിക്കണം, ഷെബി പറഞ്ഞത് കേട്ടതും അവൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവളുടെ ഉള്ളിൽ നേരിയ തോതിൽ ഭയം ഉടലെടുത്തിരുന്നു. എങ്കിലും അവളത് പ്രകടിപ്പിച്ചില്ല. ആദ്യം DGP സാറും എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ നേരത്താണ് ഗോകുൽ അവളുടെ അരികിലേക്ക് വരുന്നത്. പ്രിയ, ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന് തോന്നരുത്. നമ്മൾ വിചാരിച്ച പോലൊക്കെയും കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാം. എന്ത് വന്നാലും നീ തളരരുത്. നീ തളർന്നാൽ അതോടെ എല്ലാം തീരും. ഞങ്ങൾ നിന്റെ പിന്നാലെ തന്നെയുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്ക് നിന്റെ അരികിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ലേലും ധൈര്യം ചോർന്നു പോകരുത്. നമ്മുടെ പ്ലാൻ പരാജയപ്പെട്ടാൽ നീ ബുദ്ധി ഉപയോഗിക്കണം. പിന്നെതാ ഇതൊരു ഹിഡൻ ക്യാമറയാണ്. ഇത് നീ ആരും കാണാത്ത രീതിയിൽ നിന്റെ ഡ്രസ്സിൽ ഘടിപ്പിക്കണം. ബട്ടനാണെന്നേ തോന്നുള്ളൂ. പിടിക്കപ്പെടരുത്. അവരാരാണെന്ന് നിനക്കറിയാലോ. ഏത് വിധേനയും ചതി പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ തനി നിറം പുറത്തിറക്കിയെന്ന് വരാം. പ്രിയ ആ ക്യാമറ വാങ്ങി പെട്ടെന്ന് പോക്കറ്റിലിട്ടു. ഇത് കൂടി പിടിക്ക്. ന്യൂ മോഡൽ പെൻ നൈഫാണ്. കണ്ടാ പേനയാണെന്ന് തോന്നുള്ളൂ. കടുത്തു നോക്കി ഒറ്റ കുത്ത്, അതോടെ തീർന്നോളും. പള്ളേക്കാണ് ചാവാൻ കുറച്ചുകൂടി സമയം പിടിക്കൂ. ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരാം. സ്വയം രക്ഷയ്ക്ക് വേണ്ടി മുഖം നോക്കാതെ നിനക്ക് ഏത് തെണ്ടിയും കൊല്ലാം. ജയിലിൽ പോവേണ്ടി വരുന്ന ഒരു പേടിയും വേണ്ട. നിനക്ക് വേണ്ടി ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്തിരിക്കും. ഇതെൻ്റെ വാക്കാണ്. ഇത്രയും കാലം വെറും കോമഡി പറഞ്ഞ് എല്ലാവരെയും വെറുപ്പിച്ചിരുന്ന ഗൂഗിളിൻ്റെ വാക്കുകൾ കേട്ടതും പ്രിയക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നി. ഒപ്പം അവനോട് വല്ലാത്തൊരു ബഹുമാനവും. ആദ്യം പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവൻ പറഞ്ഞു കൊടുത്തത്. പ്രിയ കത്തി വാങ്ങി സീക്രട്ട് പോക്കറ്റിലിട്ടു. ശരിക്കും ഫോർ ദി പീപ്പിളിലെ റിയൽ ഹീറോ അത് നിങ്ങളാണല്ലോ ഗോകുവേട്ട. ബാക്കി മൂന്നിനും റൊമാൻസിക്കാനേ അറിയത്തുള്ളൂന്നേ. പ്രിയ തൻ്റെ കൈ മടക്കി അവന് കൈമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ലേഡി സൂപ്പർ സ്റ്റാർ അത് അന്നും ഇന്നും നീ തന്നെയാട്ടോ. ബോധിച്ചു, പെരുത്ത് ബോധിച്ചു. വേണേ വിശ്വസിച്ചാൽ മതി. അപ്പോഴേക്കും ആദ്യം അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ആദ്യം അവളുടെ കഴുത്തിൽ ഒരു ചെയിൻ കെട്ടിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഈ ഗോകുവേട്ടൻ പറയുക, DGP സാറിൻ്റെ ഗൺ കൂടി വാങ്ങിച്ചോ? എന്നിട്ട് എല്ലാത്തിനെയും വെടിവെച്ച് വീഴ്ത്തി ശ്യാമേട്ടൻ ഇങ്ങോട്ട് പോരാൻ. ശിക്ഷ നീ ഏറ്റെടുത്തോളൂന്ന്. ആണോ ആദി, നീ ഏറ്റെടുക്കോ? അത് കേട്ടതും ആദ്യം രണ്ടുപേരെയും തുറിച്ചു നോക്കി. ഗോകുവേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഗോതമ്പുണ്ട തിന്നു കൊതുകടി കൊണ്ടും സ്നേഹം കാണിക്കാൻ ആദ്യം കിട്ടില്ലെന്ന്. അല്ലേ ആദി? ഈ ഗോകുവേട്ടൻ്റെ വാക്കും കേട്ട് ഞാനിപ്പോൾ എല്ലാത്തിനെയും തട്ടിയിട്ട് പോന്നേനെ. പ്രിയ, തമാശകള. മൈക്രോ GPS ട്രാക്കിംഗ് ചിപ്പ് ഈ ചെയിനിലെ ലോക്കറ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാല നഷ്ടപ്പെടാതെ നോക്കണം. ഒരു കാരണവശാലും ഇതിനെപ്പറ്റി അവരറിയാൻ പാടില്ല. എൻ്റെ ഫോണിൽ ഒരു ട്രാക്കിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നീ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിനക്ക് പേടിയുണ്ടോ? അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ആദ്യ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ തന്നെയില്ലേ. നിൻ്റെ നെഞ്ചിലും വയറ്റിലും തൊട്ടാ നിനക്ക് എൻ്റെ സാമീപ്യം അറിയാൻ പറ്റും. അവൾ അവൻ്റെ വയറിൽ പതിയെ തൊട്ടുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ശേഷം അവളെയും കൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഈ കാർ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആദ്യം ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയനക്കി. പ്രിയ, പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദേഷ്യം കൺട്രോൾ ചെയ്യണം, ഓക്കെ? അവൾ ശരിയെന്ന പോലെ അവനെ നോക്കി ഒന്ന് മൂളിയതും വണ്ടിക്കുള്ളിലേക്ക് തലയിട്ട് ആദ്യം അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. എന്നാൽ നീ വിട്ടോ, ഞാനും ഗോകുവും അവൻ്റെ കാറിൽ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. ആദ്യം പറഞ്ഞതും പ്രിയ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. പൂജയുടെ ഫോൺ ഇപ്പോഴും പ്രിയയുടെ കയ്യിലാണുള്ളത്. ആദ്യം ഏൽപ്പിച്ച ഫയൽസും പെൻഡ്രൈവൊക്കെയും കോ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നു. അപ്പോഴാണ് പിൻ സീറ്റിൽ കിടക്കുന്ന ആദിയുടെ ലാപ്ടോപ്പ് മിററിൽ കൂടി അവൾ ശ്രദ്ധിക്കുന്നത്.
ആദിയുടെ പേഴ്സണൽ ലാപ്ടോപ്പ് അവരുടെ കയ്യിൽ പെടരുതല്ലോ എന്ന് കരുതി പ്രിയ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി ലാപ്ടോപ്പ് ഡിക്കിയിലെ മാറ്റിനിടയിൽ ഭദ്രമായി ഒളിപ്പിച്ച് വെച്ചു. ശേഷം ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് അവരാവശ്യപ്പെട്ട സ്ഥലം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങി. അരമണിക്കൂർ ഡ്രൈവ് ചെയ്തതും പ്രിയ ഒരു വിജനമായ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവൾ കാറിൻ്റെ ഗ്ലാസ് അല്പം താഴ്ത്തി ചുറ്റും കണ്ണോടിച്ചു. ചുറ്റിലും ഇരുട്ട് മാത്രം, ഒപ്പം രാത്രിയുടെ നിശബ്ദതയും അതിനിടയിലെ ചീവീടിൻ്റെ ശബ്ദവും. അവളുടെ ഉള്ളിൽ ഭയം വന്നു പൊതിഞ്ഞു. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. ഒരു ഞെട്ടലോടെ അവൾ ഫോണിലേക്ക് നോട്ടം പായിച്ചു. താഴ്ത്തിവെച്ച ഗ്ലാസ് പെട്ടെന്ന് പൊക്കി വെച്ച് വിറക്കുന്ന കൈകളോട് ആൻസർ ബട്ടൺ അമർത്തി ചെവിയോട് അടുപ്പിച്ചു. കൂടെ ആരെങ്കിലും ഉണ്ടോ? ഗൗരവം കലർന്ന സ്വരം. ഇല്ല, പ്രിയ പറഞ്ഞു. പറഞ്ഞതൊക്കെ കയ്യിലുണ്ടല്ലോ? എല്ലാം കയ്യിലുണ്ട്. ശ്യാമേട്ടനെവിടെ? നിങ്ങൾ ഇവിടെ വരാനല്ലേ പറഞ്ഞത്? നിങ്ങളെന്താ കളം മാറ്റി ചവിട്ടിയാണോ? ശ്യാമേട്ടനെ ജീവനോട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രമേ ഞാൻ ഇതൊക്കെ തരുള്ളൂ. പ്രിയ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു. നീ കൂടുതൽ ചിലക്കല്ലേ. നീ ഇപ്പോഴുള്ളത് ഞങ്ങളുടെ ഏരിയയിലാണ്. പറയുന്നത് പോലെ ചെയ്താൽ രണ്ടിൻ്റെയും ജീവനെങ്കിലും ബാക്കി വെച്ചേക്കും. ഇല്ലെങ്കിലേ ഒരു കുഞ്ഞു പോലും അറിയാതെ രണ്ടിനെയും കൊന്നു തള്ളിയിരിക്കും. അത് കേട്ടതും പ്രിയ ചെറുതായി ഒന്ന് പതറി. ഇപ്പം നിന്റെ അരികിലേക്ക് 2 പേര് വരും. അവരുടെ കൂടെ ആയിരിക്കും ഇനി നിന്റെ യാത്ര. അത്രയും പറഞ്ഞ് കോൾ അവസാനിച്ചതും ഭയം പിന്നെയും അവളെ കീഴ്പ്പെടുത്തി തുടങ്ങി. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ. നിന്റെ നെഞ്ചിലും വയറ്റിലും തൊട്ടാ നിനക്കെൻ്റെ സാമീപ്യം അറിയാൻ പറ്റും. ആദിയുടെ ആ വാക്കുകൾ അവൾക്ക് ഊർജം പകർന്നു. അവൾ തൻ്റെ വയറിലും നെഞ്ചിലും കൈവച്ചു. പ്രിയ ആഞ്ഞൊരു ശ്വാസം വലിച്ചു കൂളായിരുന്നു. തെളിവുകൾ സീറ്റ് കവറിൽ ഭദ്രമായി എടുത്തു വച്ചു. ഗ്ലാസിൽ തട്ടുന്ന ശബ്ദം കേട്ടതും അവൾ ഗ്ലാസ് താഴ്ത്തി. ഡോറിൻ്റെ ലോക്കെടുക്ക്. ഗുണ്ടയെന്ന് തോന്നിപ്പിക്കുന്ന ഒരുത്തൻ രൗദ്രഭാവത്തോടെ ഗൗരവം കലർന്ന സ്വരത്തിൽ ആജ്ഞാപിച്ചതും പ്രിയ ലോക്കെടുത്ത് മാറ്റി. തൊട്ടടുത്ത നിമിഷം അയാൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. മറ്റൊരുത്തൻ പിറകിലും. പ്രിയ ഇരുവരെയും നോക്കി. ഇരുവരും വണ്ടി പരിശോധിച്ച് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. വണ്ടി എടുക്കട്ടെ? പ്രിയ പതരാതെ ചോദിച്ചു. പറയാം, ധൃതി കൂട്ടല്ലേ. നിനക്ക് മരണത്തിലേക്ക് പോവാൻ വല്ലാത്ത ആവേശമാണല്ലോ. സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടോളാം. അവർ പറയുന്നത് കേട്ടതും പ്രിയ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. വന്നതുപോലെ തിരിച്ചു പോവാൻ എനിക്ക് നന്നായിട്ടറിയാം. ചേട്ടന്മാരുടെ ബോസിനോട് പറഞ്ഞേക്ക് അതിബുദ്ധി കാണിക്കേണ്ടെന്ന്. അത് നല്ലതിനാവില്ല. അവർക്ക് നേരം പുച്ഛം കലർന്ന നോട്ടം നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. നിനക്കെന്താടി ഒരു പേടിയില്ലാത്തത്? നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ട്രാക്കർ, ഇതാണോ നിന്റെ ധൈര്യം? എങ്കിൽ ഇതിനി വേണ്ട. അതും പറഞ്ഞ് കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നവൻ അവളുടെ കഴുത്തിലെ മാല വലിച്ചു പൊട്ടിച്ചതും പ്രിയ അയാളുടെ വാക്കിലും പ്രവൃത്തിയിലും കുടുങ്ങിക്കിടക്കുമായിരുന്നു. ഇനി ഇത് ഇവൻ്റെ കയ്യിൽ കിടക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തു നിൽക്കുന്ന മറ്റൊരുത്തൻ്റെ കയ്യിൽ അത് കൊടുത്തു. എടാ മനോജെ, ഈ ട്രാക്കറിൻ്റെ പിറകിൽ ഉറപ്പായും ആരെങ്കിലും കാണും. അവരെങ്ങനെയൊക്കെ അങ്ങ് വട്ടം ചുറ്റിക്കുക എന്നതേ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അതും പറഞ്ഞ അവൻ നിഗൂഢമായ ചിരിയോടെ പ്രിയ ഒന്ന് നോക്കി. ഈ ട്രാക്കറിൻ്റെ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു എന്ന് ചിന്തിക്കുകയായിരുന്നു പ്രിയ. ഒരു മൈക്ക് കിട്ടിയാൽ പാട്ട് പാടാൻ വല്ല ബുദ്ധിയൊന്നും വേണ്ട കൊച്ചേ. എന്നാൽ അതേ മൈക്ക് പിടിച്ചേ ഘോരഘോരം പ്രസംഗിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാൻ അത്യാവശ്യം ബുദ്ധിയൊക്കെ വേണമെന്നേ. അത് കൊച്ചിൻ്റെ കെട്ടിയോൻ അറിയില്ലായിരുന്നു. അയാളുടെ സ്വരത്തിൽ പരിഹാസം കലർന്നിരുന്നു. താൻ പൂജയല്ലെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് പ്രിയക്ക് മനസ്സിലായി. തളർന്നാൽ തനിക്ക് ജീവനോട് തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. ഇവരുടെ മുന്നിൽ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചേ മതിയാവൂ. ചില സമയങ്ങളിൽ ആയുധത്തിനേക്കാൾ മൂർച്ച വാക്കുകൾ കാണല്ലോ. അതുകൊണ്ട് പിടിച്ചു നിൽക്കണം. പ്രിയ ആത്മകഥം പറഞ്ഞുകൊണ്ട് അവരോട് തുടർന്നു. ആര് പറഞ്ഞാൽ അറിയില്ലെന്ന്. എൻ്റെ കെട്ടിയോന് മൈക്ക് കൈ കിട്ടിയാലേ പാട്ടുപാടി ജനങ്ങളെ കയ്യിലെടുക്കാൻ മാത്രമല്ല ഘോരഘോരം പ്രസംഗിച്ചേ ജനങ്ങളെ കോരിത്തെരിപ്പിക്കാനും നന്നായിട്ടറിയാം. ആള് തുടർച്ചയായി 3 വർഷം കോളേജ് യൂണിയൻ ചെയർമാനായതേ പാട്ട് പാടിയിട്ടല്ല ചേട്ടാ. ആളുടെ ഉള്ളിലെ ഇപ്പോഴും ആ പഴയ നേതാവ് ഉറങ്ങിക്കിടപ്പുണ്ട്. അതാണല്ലോ ഇത്ര ധൈര്യത്തിൽ എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടത്. അതാണല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പതരാതെ നിൽക്കുന്നതും. ഈ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും രാഷ്ട്രീയം നമുക്ക് വേണ്ടെന്നും പറഞ്ഞ് ഞാൻ തന്നെയാ അങ്ങേരെ ട്രാക്ക് മാറ്റി പിടിപ്പിച്ചത്. അതുകൊണ്ട് ഗുണ്ടാ ചേട്ടൻ എൻ്റെ കെട്ടിയോൻ്റെ ബുദ്ധി അളക്കാൻ നിൽക്കണ്ട. നിന്റെ ഈ ചിലക്കലെ അവിടെ എത്തുമ്പോൾ നിന്നോളും. പെണ്ണാണ്, അത് ഓർമ്മ വേണം. ദിവാകരൻ സാറിന് നിന്നെ പോലുള്ള കിളുന്ത് പെൺപിള്ളേരെ ഒരു വീക്ക്നെസ്സാണ് കൊച്ചേ. ഞങ്ങൾക്കും. എൻ്റെ ദേഹത്ത് തൊട്ടാ തൻ്റെ ദിവാകരൻ സാർ വിവരം അറിയും. കൂടെ താനും. ഞാൻ കരാട്ടയും ഗുസ്തിയൊക്കെയും പഠിച്ചിട്ട് തന്നെയാണ് തൻ്റെ കൂടെ ഇത്ര ധൈര്യത്തിലെ ഇങ്ങനെ ഇരിക്കുന്നത്. മർമ്മം നോക്കിയുള്ള പ്രയോഗം, അതാണ് എൻ്റെ വീക്ക്നെസ്.
പെണ്ണിൻ്റെ ശരീരത്തിൽ തൊട്ടവനെ മാപ്പ് കൊടുത്ത് ഒന്നും മിണ്ടാതെ എല്ലാം വിധിയെന്ന് കരുതി മിണ്ടാതെ നിൽക്കാൻ ഞാൻ ഗാന്ധിജിയുടെ സമാധാനത്തിൻ്റെ പാതയല്ല പിന്തുടരുന്നത്. മറിച്ചേ പെണ്ണിനെ തൊട്ടവൻ്റെ കഴുത്ത് വെട്ടുക എന്നുള്ള ബാഹുബലിയുടെ പാതയാണ്. വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടിയിരിക്കും. അതുകൊണ്ട് ചേട്ടൻ കൂടുതൽ പേടിപ്പിക്കാൻ നിൽക്കാതെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോവായിരുന്നു. എനിക്ക് കോഴി കൂവുന്നതിന് മുൻപേ വീട്ടിൽ തിരികെ എത്താനുള്ളതാ. ഉള്ളിൽ വല്ലാത്ത ഭയമുണ്ടെങ്കിലും അവൾ അത് പ്രകടിപ്പിക്കാതെ പറഞ്ഞു. നിന്നെ ജീവനോടെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇല്ലേ നീ എൻ്റെ കൈ കൊണ്ട് തീർന്നേനെ. വണ്ടിയെടുക്ക്, എന്നിട്ട് നേരെ സ്ട്രൈറ്റ് പോകണം. അവിടുന്ന് ലെഫ്റ്റിലോട്ട് ഒരു കട്ട് റോഡ് കാണും, അങ്ങോട്ട് തിരിച്ചാൽ മതി. ബാക്കി പിന്നെ പറയാം, അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ടതും പ്രിയ വണ്ടി മുന്നോട്ടെടുത്തു. കൈ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം ഗൂഗിൾ പറഞ്ഞതൊക്കെയും അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. വഴിയിൽ വെച്ച് അവർ പ്രിയയുടെ കയ്യിലുണ്ടായിരുന്ന പൂജയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ദൂരേക്ക് വലിച്ചെറിയുകയായിരുന്നു. അവർ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ പ്രിയയുടെ കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ നീണ്ട ഡ്രൈവിങ്ങിനൊടുവിൽ ഗുണ്ടാ താവളമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കെട്ടിടത്തിന് മുന്നിൽ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടതും പ്രിയ വണ്ടി നിർത്തി. ഇതേ സമയം ആദിയും ഗോകുലും ട്രാക്കറിന് പിന്നാലെ ചെന്ന് മറ്റെവിടെയോ എത്തിച്ചേർന്നു. അവിടെ നിർത്തിയിട്ട കാറിൽ ട്രാക്കറിൻ്റെ ലൊക്കേഷൻ കാണിച്ചതും ആദ്യ ഡോർ തുറന്നു നോക്കി. അതിൽ ആരുമില്ലായിരുന്നു. അതിൽ നിന്നും ആ മാല കണ്ടു കിട്ടിയതും അതെങ്ങനെ ഈ വണ്ടിയിൽ വന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു ഇരുവരും. ഒടുവിൽ തങ്ങൾക്ക് എവിടെയോ പാളിപ്പോയെന്ന് മനസ്സിലാക്കി ഇരുവരും തിരിച്ച് വണ്ടിയിൽ കയറാൻ നേരാണ് കാറിൻ്റെ ടയർ പഞ്ചറായി കിടക്കുന്നത് കാണുന്നത്. ആ നിമിഷം ആദ്യം മുഷ്ടി ചുരുട്ടി പിടിച്ചു. ദേഷ്യത്താൽ കാറിൻ്റെ ബോണറ്റിലേക്ക് ഒരിടി കൊടുത്തു. പ്രിയയും കൊണ്ട് അവരകത്തേക്ക് ചെന്നു. ഈ 2 പേരെ കൂടാതെ അവിടെ വേറെയും ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രിയയെ അവരൊരു മുറിയിലേക്ക് തള്ളിയിട്ട് ഡോർ അടച്ച് പുറത്തുനിന്ന് പൂട്ടി. തങ്ങളുടെ പ്ലാൻ പാളിയെന്ന് തോന്നിയപ്പോഴേ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവൾക്ക് ആ നിമിഷം പേടി തോന്നിയില്ല. മുറിയിൽ ഇരുട്ടായതിനാൽ അവൾ സ്വിച്ചിന് വേണ്ടി ചുവരിൽ തപ്പിത്തടഞ്ഞു. ഒടുവിൽ എന്തൊക്കെയോ പിടിച്ചു നക്കിയതും മുറിയിൽ വെളിച്ചം പരന്നു. ഒരു കസേരയിൽ കൈകാലുകൾ ബന്ധിപ്പിച്ച നിലയിൽ ബോധമില്ലാതെ കിടക്കുന്ന ശ്യാമിനെ കണ്ടതും പ്രിയയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് പൂജയുടെ മുഖമാണ്. അവൾ ശ്യാം ചേട്ടനെ ഈ അവസ്ഥയിൽ കണ്ടിരുന്നേൽ അവൾക്കതൊരിക്കലും താങ്ങാൻ പറ്റില്ലായിരുന്നു. പാവം പൂജ ശ്യാമേട്ടൻ്റെ വരവും കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ ശ്യാമേട്ടൻ മാത്രമല്ല, താനും കൂടി ട്രാപ്പിലാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. പ്രിയ അതും ചിന്തിച്ച് ശ്യാമിനരികിലേക്ക് നടന്നു. അവൻ്റെ ഷോൾഡറിൽ ഒരു ബുള്ളറ്റ് കയറി ചോരയൊലിക്കുന്നത് കണ്ടതും പ്രിയക്ക് കണ്ടു നിൽക്കാനായില്ല. അവൾ അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ തട്ടി വിളിച്ചു. അവൻ ഞരക്കത്തോടെ കണ്ണ് വലിച്ചു തുറന്നതും മുന്നിൽ നിൽക്കുന്ന പ്രിയയെ കണ്ട് ശരിക്കും ഞെട്ടി. പ്രിയ, നീ ഇവിടെ? അവൻ വേദന കടിച്ചു പിടിച്ചു ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് ഉത്തരമെന്ന പോലെ അവൾ എല്ലാ കാര്യവും അവൻ അറിയിച്ചു. വേണ്ടിയിരുന്നില്ല. എനിക്കെന്ത് സംഭവിച്ചാലും ഈ തെളിവുകൾ അവർക്ക് കിട്ടരുതെന്ന് കരുതിയാണ് ഞാനത് ആദ്യം ഏൽപ്പിച്ചത്. ഇത് പുറം ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിപ്പോൾ തെളിവ് നഷ്ടപ്പെടും, അതിൻ്റെ കൂടെ നീയും പെട്ടില്ലേ? ഇവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് പ്രിയ. എനിക്കാണെങ്കിൽ ഒന്നിനും വയ്യ. ഈ ബുള്ളറ്റ് ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റാതെ എനിക്കൊന്നും അനങ്ങാൻ പോലും പറ്റില്ല. വല്ലാത്തൊരു വേദനയാ. ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോവുക. ശ്യാമിൻ്റെ ശരീരത്തിനേറ്റ തളർച്ച അവൻ്റെ മനസ്സിനെയും ബാധിച്ചിരുന്നു. പ്രിയയുടെ നോട്ടം വീണ്ടും അവൻ്റെ ദേഹത്ത് കിടക്കുന്ന ബുള്ളറ്റിലേക്ക് നീണ്ടു. ഞാനിത് എടുത്തു തരട്ടെ, ഒരല്പം വേദന സഹിച്ചേ പറ്റൂ. നമുക്ക് തിരിച്ചു പോവേണ്ടേ? ശ്യാമേട്ടനെ നിങ്ങളുടെ കുഞ്ഞിനെ കാണണ്ടേ? ഈ ബുള്ളറ്റ് കയ്യിൽ വെച്ച് എങ്ങനെയാ കുഞ്ഞിനെ എടുക്കുക? പ്രിയ അവന് ഊർജം പകർന്നുകൊണ്ടിരുന്നു. പൂജയെ ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിഞ്ഞതും ശ്യാമിന് എങ്ങനെയെങ്കിലും തിരിച്ചു പോയേ മതിയാവൂ എന്നായി. പൂജയുടെ അവസ്ഥ അറിഞ്ഞതും അവന് ശരിക്കും വിഷമം തോന്നി. ഈ സമയത്ത് കൂടെ കാണുന്ന അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. അവൻ ബുള്ളറ്റ് എടുക്കാൻ സമ്മതം മൂളി. പ്രിയ ഡോർ അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും പേനാക്കത്തിയെടുത്ത് അവൻ്റെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി. ശേഷം ഷോൾഡറിലെ ബുള്ളറ്റ് ആ കത്തിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് എടുത്ത് മാറ്റി. അവൻ്റെ മുണ്ടിൽ നിന്നും ഒരു കഷ്ണം കീറിയെടുത്ത് മുറിവിൽ വലിച്ചു കെട്ടി. ആ നിമിഷം വേദന കടിച്ചു പിടിച്ച് ശ്യാം നിന്ന് കൊടുക്കുകയായിരുന്നു. 5.5 വർഷത്തെ വിരഹവേദന സഹിച്ചാലെന്താ? നല്ല 1-ാം തരം ഡോക്ടറെയല്ലേ ആദ്യക്ക് പകരം കിട്ടിയത്? അല്ല, ആയതൊക്കെയും കരുതിയിട്ടാണല്ലോ പ്രിയയുടെ വരവ്. ഇതുകൊണ്ടാണോ ദിവാകരൻ്റെയും തോമസ് ചാക്കോയുടെയും ജീവൻ എടുക്കാൻ പോകുന്നത്? അതിന് മാത്രം പവർ ഇതിനുണ്ടോ? എങ്ങനെയും കൊണ്ടുവന്നു എങ്കിൽ കുറച്ച് വെയിറ്റുള്ളതാവായിരുന്നു, ശ്യാം പറഞ്ഞു. വെയിറ്റുള്ളത് അമ്മിക്കല്ലിനാ, അത് ചുമക്കാൻ പാടാണ്. പ്രിയ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എൻ്റെ പ്രിയ, ആ വെയിറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, പേരിൽ വെയിറ്റാണ്. മന്ത്രി ദിവാകരനെയും തോമസ് ചാക്കോയെയും പേന കത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയ MLA ശ്യാം രാഘവ് അറസ്റ്റിൽ. കേൾക്കുമ്പോൾ ഒരു ഗുമ്മില്ല. ഓഹോ, നേരത്തെ അറിഞ്ഞിരുന്നേ ഞാൻ AK-47 M16 കൊണ്ടുവന്നേനല്ലോ.
എൻ്റെ നേതാവെ, ഇത് കൊണ്ടുവന്ന പാടെ എനിക്കേ അറിയൂ. ഇയാൾക്ക് പേനാ കത്തി കൊണ്ടു കൊല്ലാൻ നാണക്കേടാണെങ്കിൽ വേണ്ട, ഞാൻ കൊന്നോളാം. എന്നിട്ടെന്താ, ശ്യാമേട്ടൻ ജയിലിൽ പോകുന്നു. എടി മണ്ടി, എങ്കിലും പത്രത്തിൽ വരിക ഇത് തന്നെയല്ലേ? പേനാ കത്തിയെങ്കിൽ പേനാ കത്തി, രണ്ടിനെയും തീർക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നല്ലാതെ ആദ്യം കാണാതെ ഗോകുവേട്ടൻ തന്നതാ, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ആ കഴുത്ത് ഇങ്ങോട്ട് നീട്ടിക്ക്, പവർ അറിയാലോ. നീ ശരിക്കും ഇങ്ങോട്ട് വന്നതെന്തിനാ? എന്നെ കൊല്ലാനോ അതോ രക്ഷിക്കാനോ? സംശയം എന്താ? രക്ഷിക്കാൻ ആണല്ലോ, പിന്നല്ലാതെ. എങ്കിൽ ആ കത്തി ഒളിപ്പിച്ച് വെക്ക്, എന്നിട്ട് ഡോറിൻ്റെ ലോക്ക് എടുത്ത് ഒന്നും അറിയാതെ പോലെ നിന്നു. നമുക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവും. ചാക്കോയും ദിവാകരനും ഇപ്പോൾ വരും. ശ്യാം പറഞ്ഞു കഴിഞ്ഞതും ഡോർ തള്ളി തുറന്ന് രണ്ടുപേരും മുറിയിലേക്ക് വന്നു. അതിനു പിന്നാലെ കുറച്ച് ഗുണ്ടകളും. ശ്യാമിൻ്റെ മുഖത്ത് പുച്ഛഭാവ നിറഞ്ഞു. പ്രിയയില്ലാത്ത ധൈര്യം സംഭരിച്ച് നിലത്ത് വെച്ചിരുന്ന ഫയൽ കയ്യിൽ പിടിച്ചു ഗൗരവത്തിൽ നിന്നു. നിന്റെ ഭാര്യയായിരുന്നു ഞങ്ങളിവിടെ പ്രതീക്ഷിച്ചത്, പകരം വന്നതോ കൂട്ടുകാരൻ്റെ ഭാര്യയും. അതെന്തായാലും നന്നായി, ഇവൾ കൊള്ളാം. ദിവാകരൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രിയക്ക് അവൻ്റെ നോട്ടം കണ്ട് അറപ്പ് തോന്നി. മോളുടെ കയ്യിലുള്ളതൊക്കെ ഇങ്ങ് തന്നേക്ക്. ദിവാകരൻ പ്രിയയുടെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. തന്നില്ലെങ്കിൽ? പ്രിയ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. തന്നില്ലെങ്കിൽ മോളുടെ പാട്ടുകാരൻ അച്ഛനും പാട്ടുകാരൻ കെട്ടിയോനും മോളുടെ ഡെഡ് ബോഡി ഞാനങ്ങ് പാർസൽ അയച്ചു കൊടുക്കും. വെറുതെ അങ്ങ് കൊല്ലില്ല, മോളെ ശരിക്കും ഒന്ന് രുചിച്ച് നോക്കിയിട്ട് മാത്രമേ കൊല്ലുള്ളൂ. നിർത്തടോ, നിന്റെ മകളുടെ പ്രായം ഉണ്ടോ എനിക്ക്? തൻ്റെ മകളോടും താനിങ്ങനെ പറയുമായിരിക്കും. മോൾക്കറിയാലോ, ഈ ദിവാകരനെ സ്വന്തം ഭാര്യയും മകളും ഒരു ബലം തന്നെയാണ്. പക്ഷേ ആരാൻ്റെ ഭാര്യയും മകളും ഒരു ബലഹീനതയാണ്. എന്ത് ചെയ്യാനാ? പട്ടി, തൻ്റെ വൃത്തികെട്ട നാവെ ഞാനൊന്ന് പിഴുതെടുക്കും. ശ്യാം ദിവാകരൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയതും അയാൾ മലർന്നടിച്ച് വീണു. ആ നിമിഷം രണ്ട് ഗുണ്ടകൾ അവനെ പിടിച്ചു വെച്ചു. നിലത്തു നിന്ന് എഴുന്നേറ്റ് വന്ന ദിവാകരൻ കലി അടങ്ങും വരെ ശ്യാമിനെ തല്ലി. ആ നിമിഷം പ്രിയ അയാളുടെ പിന്നാലെ ചെന്ന് അയാളുടെ കഴുത്തിൽ പിടിച്ച് ലോക്ക് ചെയ്തതും തോമസ് ചാക്കോ അവളെ പിടിച്ചു മാറ്റാൻ നോക്കി. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവൾ തൻ്റെ ഇടത് കൈ പിന്നിലേക്ക് തിരിച്ചു രണ്ട് വിരൽ കൊണ്ട് അയാളുടെ കഴുത്തിനിട്ട് ഒരൊറ്റ കുത്തായിരുന്നു. അയാൾ നിലവിളിച്ചു. തടിമാടന്മാരെ, നിങ്ങൾ ഈ പെണ്ണിൻ്റെ ഗുസ്തി കണ്ട് രസിച്ചു നിൽക്കുവാണോ? പിടിച്ചു മാറ്റടാ പട്ടികളെ. പ്രിയയുടെ പിടുത്തത്തിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ദിവാകരനെ ചൂണ്ടിക്കൊണ്ട് തോമസ് ഗുണ്ടകളോട് പറഞ്ഞു. അത് കേട്ടതും 4-5 പേര് വന്ന് പ്രിയയെ പിടിച്ചു വെച്ചു. പട്ടി, വിടടാ, എൻ്റെ ദേഹത്ത് തൊട്ടാ താനൊക്കെ വിവരം അറിയും. വിടടാ. പ്രിയ കുതറി മാറി. ശ്യാമിന് അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി. അവനെയും അവന്മാർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പെടക്കാതടി കൊച്ചേ, നീ സുന്ദരിയാ, അതിസുന്ദരി. നിന്റെ കെട്ടിയോൻ ചെറുക്കനെ ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ദിവാകരൻ പ്രിയയുടെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. പട്ടി, തന്നോടല്ലേ എൻ്റെ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞത്? പ്രിയ അവൻ്റെ അടിനാഭി നോക്കിക്കൊണ്ട് തൊഴിച്ചതും അയാൾ സ്വർഗം കണ്ടിരുന്നു. അത് കണ്ട തോമസ് പ്രിയയുടെ കവിള് നോക്കി ആഞ്ഞു തല്ലി. അടിയുടെ ശക്തിയിൽ പ്രിയക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ശ്യാമിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. തൻ്റെ പെങ്ങളെയാണ് ആ നിമിഷം അവൻ അവിടെ കണ്ടത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേണ്ടിയിരുന്നില്ലാതെ എന്തിനാണ് ഈ പാവത്തിനെ ഇതിലേക്ക് തള്ളിവിട്ടത്? എനിക്കിതൊക്കെ കണ്ടും കേട്ടും നിൽക്കേണ്ടി വന്നല്ലോ. എൻ്റെ കൺമുന്നിൽ നിന്നും ഇവൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ എന്താടാ ചെയ്യേണ്ടേ? ശ്യാമിൻ്റെ ഉള്ളം ഒഴിഞ്ഞു. പെട്ടെന്നാണ് ഡോറും തള്ളി തുറന്ന് ഗണ്ണും കയ്യിൽ പിടിച്ച് DGP ഹരിദാസ് അങ്ങോട്ട് വന്നത്. അയാളെ കണ്ടതും എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. ആരും അനങ്ങിപ്പോവരുത്, അനങ്ങിയ എല്ലാത്തിനും അങ്ങ് തീർത്ത് കളയും. എല്ലാവരും ഗൺ താഴെയിടുന്നതാണ് നല്ലത്. ദിവാകരൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഗൺ താഴെ വെച്ചു. മുറിയാകെ നിശബ്ദത പരന്നു. അവളെ വിടടാ, അവളെ എൻ്റെ മോളുടെ കൂട്ടുകാരിയാ, എന്ന് വെച്ചാൽ എൻ്റെ മോള് തന്നെയാ. അവളെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടുവടാ. ഹരിദാസ് അതും പറഞ്ഞ് ദിവാകരനെ അവിടെ വിട്ട് പ്രിയയെ പിടിച്ചു വെച്ച ഗുണ്ടകളുടെ അരികിലേക്ക് നടന്നു. ഒരു ഗുണ്ടയുടെ തലയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മോള് പേടിക്കണ്ട, അങ്കിൾ ഇവരെ നോക്കിക്കൊള്ളാം. കൊല്ലട്ടെ മോളെ, ഇവന്മാരൊക്കെ അങ്ങ് കൊന്നു തള്ളട്ടെ. മോള് പറ. അയാൾ പറഞ്ഞത് കേട്ടിട്ടും പ്രിയ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നാണ് DGP ആ തോക്ക് പ്രിയയുടെ തലക്ക് നേരെ ചൂണ്ടിയത്. ആ നിമിഷം അയാളുടെ മുഖത്ത് ക്രൂരഭാവം നിറഞ്ഞു. ഈ കാഴ്ച കണ്ട് ശ്യാം ശരിക്കും ഞെട്ടി. എന്നിട്ടും പ്രിയയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. മോള് ശരിക്കും ഞെട്ടിയല്ലേ? എന്ത് ചെയ്യാം മോളെ, എനിക്ക് നീ എൻ്റെ പൂജ മോളെ പോലെ തന്നെയായിരുന്നു. എൻ്റെ നിലനിൽപ്പിന് നീയും ഇവനും നിൻ്റെ ഭർത്താവും ഭീഷണിയാണെന്ന് തോന്നിയാ കൊന്നല്ലേ പറ്റൂ. ഞാനും ഈ കേസിൽ പെട്ടുപോയില്ല മോളെ. ഇന്ന് കാണുന്ന എൻ്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ അതൊക്കെ ഈ ദിവാകരൻ സാറിൻ്റെയും തോമസ് സാറിൻ്റെയും കനിവ് കൊണ്ടുണ്ടായതാ. അല്ലാതെ എൻ്റെ നക്കാപിച്ച ശമ്പളം കൊണ്ട് എന്തുണ്ടാക്കാനാ?
അങ്ങനെയുള്ള സാറന്മാർക്ക് എൻ്റെ മരുമകൻ ഭീഷണിയായി വന്നാൽ ഞാൻ മിണ്ടാതെ നിന്നാൽ ശരിയാവുമോ? വന്ന വഴി അതെൻ്റെ മരുമോൻ മറന്നാലും ഞാൻ മറക്കില്ല. അല്ല, മോളെന്താ ഒന്നും മിണ്ടാത്തത്? മോൾക്കറിയോ, ഇവൻ്റെ കിഡ്നാപ്പിംഗ് തന്നെ എൻ്റെ അറിവോടെയായിരുന്നു നടന്നത്. അതിനിടയിലാണ് നിന്റെ കെട്ടിയോൻ്റെ വക പുതിയ നാടകം. പക്ഷെ ആ നാടകത്തിൽ ഇതുപോലൊരു ട്വിസ്റ്റ് അവനോ നീയോ പ്രതീക്ഷിച്ച് കാണില്ല. അവന്മാർ രണ്ടും ട്രാക്കറിന് പിന്നാലെ ചെന്ന് ഏതോ ഒരു പട്ടിക്കാട്ടിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. മോളിവിടെയും. അങ്കിൾ എന്താ മോളെ ചെയ്യുക? അങ്കിളിൻ്റെ നിലനിൽപ്പും കൂടി നോക്കണ്ടേ? ഇത്രയും നാൾ കൊണ്ടുണ്ടാക്കിയ പേര് ഒറ്റ നിമിഷം കൊണ്ട് പോവരുതല്ലോ. മോൾ അങ്കിളിനോടൊന്ന് ക്ഷമിക്ക്. അല്ല, ഇത്രയൊക്കെ കേട്ടിട്ടും മോൾ എന്താ ഞെട്ടാത്തത്? ഞെട്ടാൻ മാത്രം ഇവിടെ എന്താ അങ്കിളെ ഉണ്ടായേ? എൻ്റെ അങ്കിളാണ് ഈ കഥയിലെ കട്ടപ്പയെന്ന് ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞതാ. ഞാനും അങ്കിളും ആദ്യവും ഗോകുവേട്ടനും മാത്രം അറിയുന്ന ട്രാക്കർ രഹസ്യം എങ്ങനെ ചോർന്നു? ആദ്യവും ഗോകുവേട്ടനും എനിക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ ഉള്ളത് അങ്കിളാണ്. അങ്കിളിൻ്റെ ഇങ്ങോട്ടുള്ള എൻട്രി അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ മാസ് കാണിച്ച് അങ്കിൾ ഓവറാക്കി കളയാന്ന് കരുതിയില്ല. ഡി, നിനക്കൊരു എല്ല് കൂടുതലാണെന്നേ എനിക്ക് നന്നായിട്ടറിയാം. മോളെന്ന് വിളിച്ച നാവണ്ടേ നീ എന്നെക്കൊണ്ട് മറ്റു പലതും വിളിപ്പിക്കരുത്. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അങ്കിളെന്നെ വിളിച്ച നാവുകൊണ്ട് അങ്കിളും എന്നെ കൊണ്ട് മാറ്റി വിളിപ്പിക്കുമോ? ഡി, കൈയെടുക്കടോ വാലാട്ടി പട്ടി. എൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ. പക്ഷെ സ്വന്തം മോളെ കെട്ടിയവനാണ് തോക്കിന് മുൾമുനയിൽ നിൽക്കുന്നത്. തൻ്റെ മകളെയും മകൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഓർത്ത് ആ പാവത്തിനെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിടായിരുന്നു. ശ്യാമേട്ടന് എന്തെങ്കിലും പറ്റിയ പൂജ അവൾ എങ്ങനെ താങ്ങും? അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇനിയുള്ള കാലം ജീവിക്കണമെന്നാണോ? അതെന്താ നിങ്ങൾ ചിന്തിക്കാഞ്ഞത്? എൻ്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ ആ കുഞ്ഞ് ഇവൻ്റെ ചോരയല്ലത്. അത് ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? എന്ന് വെച്ചാ? പ്രിയ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ജീവനോട് ജനിക്കില്ലെന്ന്. അതിന് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തോടെ ഇവൻ്റെ തന്തയുടെ പരമ്പര ഈ ഭൂമിയിൽ നിന്ന് വിട പറയണം. ധീരനായ മാധ്യമപ്രവർത്തകൻ രാഘവൻ. അയാളെന്നും എൻ്റെ കണ്ണിലെ കരടായിരുന്നു. ഹരിദാസ് അതും പറഞ്ഞ് കാർക്കിച്ച് തുപ്പിയതും ശ്യാം ഗുണ്ടകളിൽ നിന്നും പിടി അയച്ചു ഹരിദാസിൻ്റെ കഴുത്തിന് പിടിച്ചു. ഡാ, എൻ്റെ അച്ഛനെ പറയുന്നൂടാ, നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലുവല്ലേടാ. ശ്യാമിൻ്റെ കൈക്കുള്ളിൽ കിടന്ന് അയാൾ പിടയുന്നത് കണ്ടതും എല്ലാവരും കൂടെ വീണ്ടും അവനെ പിടിച്ചു വെച്ചു. ശ്യാം പിന്നെയും കുതിരിമാറാൻ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയ്ക്കും ക്രൂരനായിരുന്നു അല്ലേ? ആർക്ക് വേണ്ടിയായി ക്രൂരതയ്ക്കും കാട്ടി സമ്പാദിക്കുന്നത്? ഒറ്റ മോളല്ലേ ഉള്ളൂ. അവളുടെ ജീവിതം നിങ്ങൾ തന്നെ ഇല്ലാതാക്കി. ഇതുപോലുള്ള തെമ്മാടികൾക്ക് പെണ്ണ് കൂട്ടിക്കൊടുത്തും മദ്യം വിളമ്പിയും കിട്ടിയ പണം പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെന്ന് കരുതനായിരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു വട്ടം ചിന്തിച്ചിരുന്നേ നിങ്ങൾക്കിതിൽ എന്ത് പങ്കുണ്ടായിരുന്നാലും അത് പുറം ലോകം അറിയില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വീണ്ടും ഈ പരനാരികൾക്ക് വേണ്ടി നിങ്ങൾ തെറ്റ് ആവർത്തിച്ചിരിക്കുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയ്ക്കും ക്രൂരത വേണമായിരുന്നു? ആ കുഞ്ഞിനെ നിഷേധിച്ച ജീവനും ജീവിതവും, അതിന് നിങ്ങൾക്ക് മാപ്പില്ല. ഇത് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. അത്രയും പറഞ്ഞ പ്രിയ അവരിൽ നിന്നും കുതിര മാറിക്കൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും പേന കത്തിയെടുത്ത് ഹരിദാസിൻ്റെ പള്ള നോക്കി ആഞ്ഞു കുത്തി.